കോളേജ് ഓർമ്മകളുമായി അവർ ഒത്തുകൂടി. കഥകൾ പറഞ്ഞു. ഓർമ്മകൾ 50 വർഷം പിന്നിലേക്ക്. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ 1974-78 ബാച്ച് BSc ഹോർട്ടിക്കൾച്ചർ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളുമാണ് കലാലയ ഓർമ്മകളുമായി വീണ്ടും ഒത്തുകൂടിയത്. പിന്നെ എന്നെ സംബന്ധിച്ച് 1981 നിർത്തലാക്കിയ BSc ഹോർട്ടിക്കൾച്ചർ കോഴ്സ് ഈ വർഷം തിരികെ വരുന്നതിന്റെ സന്തോഷവും ഈ ഒത്തുചേരലിലുണ്ട്. ഈ കോഴ്സ് വീണ്ടും പുനരാരംഭിക്കുന്നതിന് കാർഷിക സർവകലാശാലയും ഗവൺമെന്റും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നു. വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. എന്തായാലും പഴയ കൂട്ടുകാരെ ഒന്നിച്ചു കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പി. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ വളരെ ഇഴുകിച്ചേർന്നു, വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് വിചാരിക്കുന്നത് നമ്മളുടെ പഠനകാലമാണ്. നമ്മളുടെ ഈ BSc ഹോർട്ടിക്കൾച്ചർ 74-78 പീരീഡാണ്. രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രായം 70 ആകും. ഒന്നിച്ചുള്ള സപ്തതി ആഘോഷമാണ് ഈ സംഘത്തിന്റെ അടുത്ത ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് എസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, എത്ര മനോഹരമായ ഒത്തുചേരൽ അല്ലേ! 50 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞു തീർക്കാൻ ഒരുപാട് കഥകൾ, അയവിറക്കാൻ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നായിരിക്കും അല്ലേ? തീർച്ചയായും സന്ധ്യ. ഈ നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം എന്ന് പറയുന്നത് അത് നമ്മൾ പഠിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ കോളേജ് ക്യാമ്പസൊക്കെ ആകുമ്പോൾ ആ ഒരു ഓർമ്മകൾക്കൊക്കെ തന്നെ അതിൻ്റെ വില, അതിൻ്റെ സ്നേഹം ഒക്കെ തന്നെ അല്പം കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ആദ്യമായി എത്തുന്ന ഒരു ക്യാമ്പസ് ജീവിതം എന്താണെന്ന് ആദ്യമായി അറിയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലം. അങ്ങനെ പുതിയൊരു ലോകം അവിടെ നമ്മൾ രൂപം കൊള്ളുകയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു ലോകം 1974 തൃശ്ശൂർ മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയിൽ അതിന് രൂപം കൊടുത്ത ആളുകളാണ് 50 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘവുമായി ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്തെ കുമരകത്തായിരുന്നു വെച്ചായിരുന്നു, ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു ഇവർ ഒന്നിച്ചു കൂടിയത്. വന്ന സമയത്ത് തന്നെ പലരും വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. 50 വർഷത്തെ കഥകൾ സന്ധ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയാനുണ്ട്. കാരണം 50 വർഷങ്ങൾക്ക് മുമ്പ് അവർ എങ്ങനെയായിരുന്നു, ആദ്യമായി അവരെ കണ്ട സമയത്ത് അന്നത്തെ കഥകൾ, അന്നത്തെ വിശേഷങ്ങൾ, അന്നത്തെ അനുഭവങ്ങൾ ഒക്കെ അവർ അവിടെ വെച്ച് പറയുകയും പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരെയൊക്കെ സംബന്ധിച്ച് ഈ 50 വർഷങ്ങൾക്ക് ശേഷം കാണുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഭവം കൂടിയാണ്. അത് തന്നെയാണ് അവർ ഈ പൂർവ്വവിദ്യാർത്ഥി സംഗമം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. എന്തായാലും അവർക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, എല്ലാ വർഷവും ഇനി കാണണം. പ്രത്യേകിച്ച് 2 വർഷം കൂടി കഴിയുമ്പോൾ എല്ലാവർക്കും വയസ്സെന്ന് പറയുന്നത് 70 വയസ്സാകും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് വെച്ചുകൊണ്ട് ഒരു കൂട്ടമായിട്ടുള്ള ഒരു സപ്തതി ആഘോഷം കൂടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് നടക്കട്ടെ ഷിനോജ്. ആ സപ്തതിയും അവർക്ക് ഒന്നിച്ച് ആഘോഷിക്കാൻ കഴിയട്ടെ.